എല്ലാവർക്കും നമസ്കാരം. എക്കണോമിക്സ് എന്ന് കേൾക്കുമ്പോൾ ഒരു ആർട്ട് സബ്ജക്റ്റ്, അത് പഠിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അടുത്തിടെയാണ് ഗീതാ ഗോപിനാഥ് IMFൻ്റെ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ സ്ഥാനം രാജിവെച്ചതിന് ശേഷം, ഗീതാ ഗോപിനാഥ് IMFൻ്റെ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറാകുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ്. രാജിവെച്ചതിന് ശേഷം അവർ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് തിരികെ പഠിപ്പിക്കാൻ പോകുമെന്ന് പറഞ്ഞ് ഈയിടെ വാർത്തകൾ വന്നിരുന്നു. ഗീതാ ഗോപിനാഥ് ഒരു മലയാളിയാണ്. നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു കുറച്ച് നാൾ. അവർ പഠിച്ച വിഷയം എന്താണ്? എക്കണോമിക്സ് പഠിച്ച ആളാണ് ഗീതാ ഗോപിനാഥ്. ഡൽഹിയിലെ ശ്രീറാം കോളേജിൽ നിന്ന് BA എക്കണോമിക്സിന് ശേഷം ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് MA കഴിഞ്ഞതിന് ശേഷമാണ് ഗീത അമേരിക്കയിലേക്ക് പഠിക്കാൻ പോയത്. വീണ്ടും അജയ് ബാങ്കയെക്കുറിച്ച് കേട്ടിട്ടില്ലേ? അജയ് ബാങ്ക വേൾഡ് ബാങ്കിൻ്റെ പ്രസിഡൻ്റാണ്. അജയ് ബാങ്കയും ഗീതാ ഗോപിനാഥും ഇപ്പോൾ അമേരിക്കൻ പൗരത്വമുള്ളവരാണെങ്കിലും അജയ് ബാങ്ക ഡൽഹിയിലെ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്നും BA എക്കണോമിക്സ് പാസ്സായതിനു ശേഷം അഹമ്മദാബാദ് IIMൽ നിന്ന് MBA എടുത്തതിന് ശേഷമാണ് അമേരിക്കയിലേക്ക് പോയത്. ഇവരൊക്കെ പഠിച്ച വിഷയം എക്കണോമിക്സ് ആണ്. വളരെയധികം സാധ്യതകളുള്ള വിഷയമാണ് എക്കണോമിക്സ്. പക്ഷേ പഠിക്കുമ്പോൾ നല്ല സ്ഥാപനങ്ങളിൽ പഠിക്കുകയും വലിയ നിലയിലൊക്കെ കുറേ ദീർഘനാൾ പഠിക്കുകയും ഒക്കെ ചെയ്താൽ വലിയ ഉയരങ്ങളിലെത്താൻ സാധിക്കുന്ന ഒരു സബ്ജക്റ്റാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. മുംബൈ IITയിൽ നമുക്ക് എക്കണോമിക്സ് പഠിക്കാൻ സാധിക്കും. മുംബൈ IITയിൽ JEE അഡ്വാൻസ്ഡ് എഴുതി ഉയർന്ന സ്കോർ കിട്ടിയാൽ 4 വർഷത്തെ എക്കണോമിക്സ് കോഴ്സുണ്ട്. ഭോപ്പാൽ ഐസർ എന്നൊക്കെ സയൻസ് പഠിക്കുന്ന സ്ഥാപനങ്ങളാണ് ഇതൊക്കെ. ഭോപ്പാൽ ഐസറിലും 4 വർഷത്തെ എക്കണോമിക്സ് കോഴ്സുണ്ട്. ഐസർ നടത്തുന്ന പ്രവേശന പരീക്ഷയിലൂടെ വിജയിച്ചാൽ ഭോപ്പാൽ ഐസറിൽ എക്കണോമിക്സ് പഠിക്കാൻ സാധിക്കും. ക്യുവറ്റ് വഴി നിരവധി തമിഴ്നാട് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങളിൽ എക്കണോമിക്സ് പഠിക്കാൻ സാധിക്കും +2 ശേഷം. അപ്പോൾ ഡൽഹി പോലെയുള്ള പല യൂണിവേഴ്സിറ്റികളും ഇപ്പോൾ +2 മാത്സ് പഠിച്ചിരിക്കണമെന്നൊരു നിബന്ധന ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് കേരള സർക്കാർ ഈ വർഷം മുതൽ കേരളത്തിൽ +2 ഹ്യൂമാനിറ്റീസും കൊമേഴ്സും എടുത്ത് എക്കണോമിക്സ് പഠിക്കുന്ന കുട്ടികൾക്ക് അഡീഷണലായി സ്കോൾ കേരള മുഖേന മാത്സ് പഠിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരള +2 മാത്സ് ഉള്ള സ്ട്രീം കുറവാണ്. ഈ +2 കൊമേഴ്സൊക്കെ ആർട്സ് ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റൊക്കെ. അതുകൊണ്ടാവാം അഡീഷണലായിട്ട് ഇപ്പോൾ പല കുട്ടികൾക്കും ക്യുവറ്റിലൊക്കെ അവസരം നിഷേധിക്കപ്പെടുന്നുണ്ട്. അതായത് എക്കണോമിക്സ് പുറത്തൊക്കെ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നിഷേധിക്കപ്പെടുന്നതുകൊണ്ട് സ്കോൾ കേരള മുഖേന അവർക്ക് അഡീഷണലായി മാത്സ് പഠിക്കാനുള്ള സൗകര്യം സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി സ്ഥാപനങ്ങൾ എക്കണോമിക്സ് പഠിക്കാൻ ഇന്ത്യയിലുണ്ട്. വളരെ പേര് കേട്ടപ്പോൾ ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സ് ഉണ്ട്. അതൊക്കെ PG ലെവലിലാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡ് ഡൽഹി അതും PG ലെവലിൽ പഠിക്കുന്നതാണ്. ഡിഗ്രി ലെവലിൽ തമിഴ്നാട് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഇൻ്റഗ്രേറ്റഡ് എക്കണോമിക്സ് കോഴ്സ് ഉണ്ട്. മദ്രാസ് സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ പഠിക്കാൻ സാധിക്കും. പൂനെയിലുള്ള ഗോഖലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് എക്കണോമിക്സ് പഠിക്കാൻ ഉള്ള സ്ഥാപനമാണ്. അവിടെ NRIസിന് +2 ശേഷം സീറ്റ് റിസർവേഷനുണ്ട് BA എക്കണോമിക്സിന് ചേരാൻ. അപ്പോൾ ഇങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ. അതുപോലെ തന്നെ റിസർവ് ബാങ്കിൻ്റെ ഇന്ദിരാഗാന്ധി ഡെവലപ്മെൻറ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ബോംബെയിലുള്ള റിസർവ് ബാങ്കിൻ്റെ സ്ഥാപനത്തിൽ PG എക്കണോമിക്സ്. അവിടെയൊക്കെ വളരെ കുറച്ച് സീറ്റുകളേ ഉള്ളൂ. വലിയ മത്സരമാണ്. അവിടെ PG എക്കണോമിക്സ് പഠിക്കാൻ വളരെ പേരുകേട്ട സ്ഥാപനമാണ്. ഈ കേരളത്തിൽ തന്നെയുള്ള CDS സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് എക്കണോമിക്സിൽ അപ്ലൈഡ് എക്കണോമിക്സ് പഠിക്കാൻ ഇന്ത്യയിൽ തന്നെ മികച്ചൊരു സ്ഥാപനമാണ് റിസർച്ചിനുമൊക്കെ. കേരളത്തിലാണ് ഈ സ്ഥാപനമെങ്കിലും ഡൽഹിയിലെ ജവഹർലാൽ JNU ആണ് ബിരുദം നൽകുന്നത്. JNUവിൽ എക്കണോമിക്സ് മികച്ച നിലയിൽ പഠിക്കാൻ സാധിക്കും. ഇനി സാർക്ക് രാജ്യങ്ങളുടെ കൂട്ടായ്മകൾ ഉള്ള സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റി എന്ന് ഡൽഹിയിൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. സാർക്ക് രാജ്യങ്ങളുടെ കൂട്ടായ്മയായ യൂണിവേഴ്സിറ്റി ഡൽഹിയിലാണുള്ളത്. ഇവിടെ എക്കണോമിക്സ് PG ലെവലിൽ പഠിക്കാൻ സാധിക്കും. ഇങ്ങനെ നിരവധി സ്ഥാപനങ്ങളുണ്ട്. ഇനി എക്കണോമിക്സ് ഇപ്പോൾ കേരളത്തിൽ പഠിച്ചാലും അതൊക്കെ നല്ല ഉയർന്ന നിലയിൽ പോകാൻ പറ്റും. കേരളത്തിൽ ഇപ്പോൾ MA എക്കണോമിക്സ് കഴിഞ്ഞൊരു കുട്ടിക്ക് ഇന്ത്യൻ എക്കണോമിക് സർവീസ് എന്ന് പറയുന്ന IES എന്ന് പറയുന്ന ഒരു സിവിൽ സർവീസ് എക്സാമുണ്ട്. അത് വിജയിച്ചു വരുന്നവരാണ് ഇന്ത്യയുടെ ഉന്നത ധനകാര്യ മന്ത്രാലയത്തിലേക്ക് ഉന്നത ധനകാര്യ വകുപ്പ് ഉദ്യോഗസ്ഥരായിട്ട് വരുന്നത്. ശ്രീ മൻമോഹൻ സിംഗ്, നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ മൻമോഹൻ സിംഗ് ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ ഒരു പ്രൊഫസറായിരുന്നു. അദ്ദേഹം റിസർവ് ബാങ്ക് ഗവർണറൊക്കെ ആയിരുന്നു. അപ്പോൾ ഇക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നിരവധി സാധ്യതകളുള്ള, അല്ലെങ്കിൽ ഡിഗ്രിക്കൊക്കെ ശേഷം നമുക്ക് അഗ്രികൾച്ചറിൽ ബിസിനസ് ഡെവലപ്മെൻറ്റ്, ഹെൽത്ത്, ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ പല രീതിയിൽ റിസർച്ചൊക്കെ ആയിട്ട് പോകാൻ സാധിക്കുന്ന ഒരു സബ്ജക്റ്റാണ്.
പക്ഷേ ഉയർന്ന നിലയിൽ നല്ല രീതിയിൽ പഠിക്കണം, നല്ല ലാംഗ്വേജ് ഇത് വേണം. പിന്നെ ഈ എൻട്രൻസ് പരീക്ഷകളിലൊക്കെ മികവ് തെളിയിച്ചാൽ മാത്രമേ ഈ ഉന്നത സ്ഥാപനങ്ങളിലൊക്കെ എത്തിപ്പെടാൻ സാധിക്കൂ. കാരണം കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ മലയാളികൾ പലപ്പോഴും നന്നായി പഠിക്കുന്ന കുട്ടികൾ ഒന്നെങ്കിൽ ഡോക്ടർ അല്ലെ എൻജിനീയർ, അങ്ങനെ അല്ലെങ്കിൽ ഒരു സിവിൽ സർവീസ്, അങ്ങനെയൊക്കെ ഒരു ചിന്തയിലാണ് പലപ്പോഴും നമ്മൾ പൊതുവെ കാണുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ഇക്കണോമിക്സ് പോലുള്ള സബ്ജക്റ്റൊക്കെ പഠിച്ചാലും ജീവിതത്തിൽ വളരെ ഉയർന്ന നിലയിലും വലിയ വലിയ സ്ഥാനങ്ങളിലുമൊക്കെ എത്തിപ്പെടാൻ സാധിക്കും. താങ്ക് യു.